ഹലോ ട്രെയിനീസ്, ഇന്ന് നമ്മൾ കൺട്രി ഡ്രിൽ, ഹാൻഡ് ഡ്രിൽ, റാച്ചറ്റ് ബ്രഷ് ഡ്രിൽ, ഹാൻഡ് ഓഗർ, ഡ്രിൽ ബ്രിറ്റ്സ് ഉപയോഗിക്കാൻ പഠിക്കാം. ഈ വീഡിയോയുടെ ലക്ഷ്യങ്ങൾ കൺട്രി ഡ്രിൽ, ഹാൻഡ് ഡ്രിൽ, റാച്ചറ്റ് ബ്രഷ് ഡ്രിൽ, ഹാൻഡ് ഓഗർ, ഡ്രിൽ ബ്രിറ്റ്സിനെ ഉപയോഗിക്കാം തിരിച്ചറിയാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇത് ഒരു ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീനാണ്. 6 മില്ലിമീറ്റർ വരെ ചെറിയ വ്യാസമുള്ള ദ്വാരങ്ങൾ തുരക്കാൻ ബെവൽ ഗിയർ തരം ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നു. നമുക്ക് അടുത്ത ടൂളിലേക്ക് പോകാം. ബ്രസ്റ്റ് ഡ്രില്ലിംഗ് മെഷീൻ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്നതിനാൽ വലിയ വ്യാസമുള്ള ദ്വാരങ്ങൾ തുരക്കാൻ ബ്രസ്റ്റ് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നു. ഈ മെഷീനുകളിൽ 6 മില്ലിമീറ്റർ മുതൽ 12 മില്ലിമീറ്റർ വരെയുള്ള ഡ്രില്ലുകൾ ഉപയോഗിക്കാം. നമുക്ക് അടുത്ത ടൂളിലേക്ക് പോകാം. കൗൺട്രി ഡ്രിൽ. ഇത് മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ നീളം 100 മില്ലിമീറ്റർ മുതൽ 250 മില്ലിമീറ്റർ വരെ നീളമുള്ള 60 സെന്റിമീറ്റർ നീളവും 90 സെന്റിമീറ്റർ നീളവുമുള്ള ത്രെഡും ഈ ഡ്രിൽ തുരക്കാൻ ആവശ്യമാണ്. ത്രെഡ് ഒരു സ്പ്രിംഗ് പോലെ മരത്തടിയിൽ ചുറ്റിക്കറങ്ങാൻ ഉപയോഗിക്കുന്നു. 3 മില്ലിമീറ്റർ മുതൽ 12 മില്ലിമീറ്റർ വരെ വ്യാസമുള്ള ഡ്രിൽ ബിറ്റുകൾ ഡ്രില്ലിംഗിൽ ഘടിപ്പിച്ചിരിക്കുന്നു. നമുക്ക് അടുത്ത ടൂളിലേക്ക് പോകാം. റാച്ചറ്റ് ബ്രേസ്. റാച്ചറ്റ് ബ്രേസ് ഒരു റാച്ചറ്റ് മെക്കാനിസത്തോടു കൂടിയാണ് നൽകിയിരിക്കുന്നത്. ചക്ക് ഒരു ദിശയിൽ മാത്രം കറങ്ങുമ്പോൾ ബ്രേസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ റാച്ചറ്റ് അനുവദിക്കുന്നു. ഘടികാരദിശയിലും എതിർ ഘടികാരദിശയിലും ഭ്രമണം ചെയ്യുന്നതിനുള്ള സ്ഥാനങ്ങളിൽ ക്യാംറിംഗ് സജ്ജമാക്കാൻ കഴിയും. ബ്രേസ് ഡ്രില്ലിന് ബ്രേസിന്റെ ചക്കിൽ ഉപയോഗിക്കുന്നതിന് ഒരു ടെപ്പേർഡ് ടാങ്ക് ഉണ്ട്. ഡ്രില്ലിന് ഒരൊറ്റ കട്ടിംഗ് എഡ്ജുണ്ട്. ഇക്കാരണത്താൽ കൃത്യത ആവശ്യമുള്ളിടത്ത് ഡ്രിൽ ഉപയോഗിക്കരുത്. നമുക്ക് അടുത്ത ടൂളിലേക്ക് പോകാം. ട്വിസ്റ്റ് ബിറ്റ്. ഇതിനെ ഓഗർ ബിറ്റ് എന്നും വിളിക്കുന്നു. ഈ ബിറ്റിന് വളച്ചൊടിച്ച പോയിന്റും വളച്ചൊടിച്ച ശംഖുമുണ്ട്. വളച്ചൊടിച്ച പോയിന്റ് മരത്തിലേക്ക് ബിറ്റിനെ ആകർഷിക്കുന്നു. സ്പേറുകളോ സ്ക്രൈബറോ ഇല്ലാതെ ഹാർഡ്വുഡിനായി 2 ഇനങ്ങൾ നിർമ്മിക്കുന്നു. രണ്ടാമത്തേത് ഒരു സ്പേർ ഉള്ള മൃദുവായ മരത്തിന്. തടിയിലോ മൃദുവായ തടിയിലോ ഉള്ള ആഴത്തിലുള്ള ദ്വാരങ്ങൾ തുരക്കാൻ ഇത് പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണ്. അവസാന ഗ്രെയിൻ തുരക്കുമ്പോൾ ഇത് ഉപയോഗപ്രദമാണ്. നീണ്ട വളച്ചൊടിച്ച ഷാങ്ക് ദ്വാരം നേരെയാക്കുകയും മാലിന്യങ്ങൾ പുറന്തള്ളുകയും ചെയ്യും. വലിപ്പം 6 മില്ലിമീറ്റർ മുതൽ 45 മില്ലിമീറ്റർ വരെ. നമുക്ക് അടുത്ത ടൂളിലേക്ക് പോകാം. സെന്റർ ബിറ്റ്. ആകൃതിയുടെ കാര്യത്തിൽ ഈ ബിറ്റ് മറ്റ് ബിറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിന്റെ കട്ടിംഗ് പ്രവർത്തനം ട്വിസ്റ്റ് ബിറ്റിന് സമാനമാണ്. കേന്ദ്ര പോയിന്റ് ബിറ്റിനെ നയിക്കുന്നു. കട്ടിംഗ് പോയിന്റുകൾ ചിലപ്പോൾ ത്രെഡ് ചെയ്യുന്നു. സ്പർ അല്ലെങ്കിൽ സ്ക്രൈബർ പോയിന്റിനേക്കാൾ അല്പം ചെറുത് ദ്വാരത്തിന്റെ വരമ്പ് മുറിക്കുന്നു. റൂട്ടർ അല്ലെങ്കിൽ കട്ടർ പോയിന്റിനേക്കാൾ അല്പം ചെറുത് മാലിന്യഭാഗങ്ങൾ മുറിക്കുന്നു. ഈ ബിറ്റുകൾ ആഴം കുറഞ്ഞ ദ്വാരങ്ങൾ അല്ലെങ്കിൽ നേർത്ത തടികൾ വഴി മാത്രം തുരക്കാൻ അനുയോജ്യമാണ്. തുരക്കൽ നേരെയാക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. വലിപ്പം 6 മില്ലിമീറ്റർ മുതൽ 50 മില്ലിമീറ്റർ വരെ. 25 മില്ലിമീറ്റർ വരെ 16 എണ്ണം. 25 മില്ലിമീറ്റർ മുതൽ 50 മില്ലിമീറ്റർ വരെ 8 എണ്ണം. നമുക്ക് അടുത്ത ടൂളിലേക്ക് പോകാം. എക്സ്പാൻഷൻ ബിറ്റ്. 12 മില്ലിമീറ്റർ മുതൽ 75 മില്ലിമീറ്റർ വരെ ദ്വാരങ്ങൾ മുറിക്കാൻ ഈ ബിറ്റിന് കഴിയും. അതിന്റെ കട്ടിംഗ് പ്രവർത്തനം സെന്റർ ബിറ്റിന് സമാനമാണ്. നേർത്ത തടിയിലൂടെ ആഴം കുറഞ്ഞ ദ്വാരങ്ങൾ തുരക്കാൻ. നമുക്ക് അടുത്ത ടൂളിലേക്ക് പോകാം. കോബ്ര ബിറ്റ്. ഒരു വളച്ചൊടിച്ച പോയിന്റുണ്ട്. അത് മരത്തിലേക്ക് ബിറ്റ് വലിച്ചെടുക്കുന്നു. തുരക്കുമ്പോൾ തടി പിളരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആണികൾക്കും സ്ക്രൂകൾക്കുമായി ചെറിയ ദ്വാരങ്ങൾ തുരക്കാൻ ഇത് ഉപയോഗിക്കുന്നു. വലിപ്പം 2 മില്ലിമീറ്റർ മുതൽ 10 മില്ലിമീറ്റർ വരെ. നമുക്ക് അടുത്ത ടൂളിലേക്ക് പോകാം. ഡോവൽ ബിറ്റ്. ഡോവൽ റൗണ്ടർ അല്ലെങ്കിൽ ഷാർപ്നർ ട്വിസ്റ്റ് ബിറ്റിന് സമാനമാണ്. ഇത് ട്വിസ്റ്റ് ബിറ്റിനേക്കാൾ ചെറുതാണ്. ഡോവലുകൾക്കുള്ള തുരക്കൽ ദ്വാരങ്ങൾക്കും മോർട്ടൈസുകളുടെ പ്രാഥമിക തുരക്കൽ ഔട്ട് വേസ്റ്റിനും. വലിപ്പം 6 മില്ലിമീറ്റർ മുതൽ 15 മില്ലിമീറ്റർ വരെ. നമുക്ക് അടുത്ത ടൂളിലേക്ക് പോകാം. കൗണ്ടർ സിങ്ക് ബിറ്റ്. ഈ ബിറ്റുകൾക്ക് ദ്വാരങ്ങളുടെ മുകൾ ഭാഗം വലുതാക്കാൻ പാകത്തിലുള്ള കട്ടിംഗ് പോയിന്റ് ഉണ്ട്. ഈ പ്രക്രിയയെ കൗണ്ടർ സിങ്കിംഗ് എന്ന് വിളിക്കുന്നു. കൗണ്ടർ സിങ്കിങ്ങിനായി ദ്വാരങ്ങളുടെ മുകൾ ഭാഗത്തിലൂടെ കൗണ്ടർ സങ്ക് ഹെഡ് സ്ക്രൂകൾ ലഭിക്കുന്നു. ഈ ഒച്ചിന്റെ പാറ്റേൺ ഏറ്റവും കഠിനമായ മരങ്ങൾക്ക് അനുയോജ്യമാണ്. വലിപ്പം 6 മില്ലിമീറ്റർ മുതൽ 20 മില്ലിമീറ്റർ വരെ. നമുക്ക് അടുത്ത ടൂളിലേക്ക് പോകാം.
ഫോസ്നർ ബിറ്റ്. ഈ ബിറ്റ് മറ്റ് ബിറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. കേന്ദ്രബിന്ദുവല്ല, മറിച്ച് അതിന്റെ വൃത്താകൃതിയിലുള്ള റിം വഴി നയിക്കപ്പെടുന്നു. ഗ്രെയിനിന്റെ ദിശ കണക്കിലെടുക്കാതെ മരത്തിന്റെ ഉപരിതലത്തിലേക്ക് ഏതു കോണിലും തുരക്കാൻ ഇത് ഉപയോഗിക്കാം. ചരിഞ്ഞ ദ്വാരങ്ങൾ തുരക്കുന്നതിന് പോക്കറ്റിംഗ് എന്ന് വിളിക്കുന്നു. പട്ടികയുടെ റെയിലുകൾ സ്ക്രൂ ചെയ്യുന്നു. പാറ്റേൺ നിർമ്മാണത്തിലും റീസൈസ്ഡ് കൊത്തുപണി ഡിസൈനുകളിലും പരന്ന അടിത്തട്ടിലുള്ള ദ്വാരങ്ങൾ ഉണ്ടാക്കാൻ 6 മില്ലിമീറ്റർ മുതൽ 40 മില്ലിമീറ്റർ വരെ വലിപ്പം. നമുക്ക് അടുത്ത ടൂളിലേക്ക് പോകാം. ഗിംലെറ്റ്. ഒരു വളച്ചൊടിച്ച പോയിന്റ് ഉണ്ട്. അത് മരത്തിലേക്ക് ബിറ്റ് വലിച്ചെടുക്കുന്നു. കൈകൊണ്ട് തുരക്കുന്നതിനായി ഒരു ചെറിയ ക്രോസ് ഹാൻഡിൽ ഉണ്ട്. ബ്രേസ് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ക്രൂകൾക്കും ആണികൾക്കും വേണ്ടിയുള്ള തുരക്കുന്ന ചെറിയ ദ്വാരങ്ങൾക്കായി. ജിംലെറ്റ് ശ്രദ്ധയോടെ ഉപയോഗിക്കണം. അത് തടി പിളർത്തും. നമുക്ക് അടുത്ത ടൂളിലേക്ക് പോകാം. ബ്രോഡോൾ. ഒരു കനം കുറഞ്ഞ സ്റ്റീൽ വടി ഒരു അറ്റത്ത് ഒരു ചെറിയ കട്ടിംഗ് എഡ്ജ് വരെ പരന്നതാണ്. മറുവശത്ത് ഒരു മരം ഹാൻഡിൽ ഘടിപ്പിച്ച ടാങ്. പരന്ന കട്ടിംഗ് എഡ്ജ് ഗ്രെയിനിന് കുറുകെ സ്ഥാപിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചൊടിക്കുമ്പോൾ തടിയിൽ ബലം കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ നാരുകൾ മുറിച്ച് ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കുന്നു. ബ്രേസും ബിറ്റും ആവശ്യമില്ലാത്ത ചെറിയ ദ്വാരങ്ങൾ നിർമ്മിക്കുന്നതിന്. വലിപ്പം 3 മില്ലിമീറ്റർ മുതൽ 12 മില്ലിമീറ്റർ വരെ. റീക്യാപ്പ്. ഈ വീഡിയോയിൽ നമ്മൾ കൺട്രി ഡ്രിൽ, ഹാൻഡ് ഡ്രിൽ, റാച്ചറ്റ് ബ്രഷ് ഡ്രിൽ, ഹാൻഡ് ഓഗർ, ഡ്രിൽ ബിറ്റ്സിനെ എന്നിവയുടെ ഉപയോഗം പഠിച്ചു. വ്യത്യസ്തമായ ഡ്രിൽ ബിറ്റ്സ് പ്രത്യേകതരമായ പ്രവൃത്തിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ വീഡിയോയിൽ കാണിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.